വലിയ അഴിമതിയുടെയും കൊള്ളയുടെയും പുതിയ പുതിയ വാർത്തകളുമായിട്ടാണ് ഓരോ ദിവസവും നേരം വെളുക്കുന്നത്. ക്ഷേത്രങ്ങളും ക്ഷേത്ര സ്വത്തുക്കളും കൊള്ളയടിക്കുന്ന കൊള്ളക്കാരുടെ ഒരു വലിയ സംഘം കേരളത്തിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്നു. ആ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന CPM എന്ന് പറയുന്ന പാർട്ടിയാണ്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി, ക്ഷേത്രങ്ങൾ കയ്യേറാനും ക്ഷേത്ര സ്വത്തുക്കൾ തകർക്കാനും വേണ്ടി പരിശ്രമിച്ച പാർട്ടിയാണ് CPM എങ്കിൽ, ഒരു ക്ഷേത്രം തകരുമ്പോൾ നാട്ടിൽ അത്രയും നാടിൻ്റെ പൈതൃകവും സംസ്കാരവും എല്ലാം തകരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ക്ഷേത്ര സ്വത്തുക്കൾ കയ്യേറാനും അത് തകർക്കാനും പരിശ്രമിച്ച CPM ഇന്ന് അടവ് മാറ്റിച്ചുവട്ടി ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച് ആ ക്ഷേത്രങ്ങളെ തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. കയ്യേറ്റക്കാരൻ്റെ ഭാഷയിൽ നിന്ന് കൊള്ളക്കാരൻ്റെ രൂപത്തിലേക്ക് CPM എന്ന് പറയുന്ന പാർട്ടിയും അവർ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ടാണ് CPM ഇന്ന് ദേവസ്വം ബോർഡുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിച്ച് ഭക്തന്മാർ കാണിക്കയായി കൊടുക്കുന്ന പണം കൊള്ളയടിച്ച് വ്യക്തിഗതമായ സമ്പാദ്യത്തിനും പാർട്ടി പണമുണ്ടാക്കാനും പാർട്ടി ഫണ്ടുണ്ടാക്കാനും ഒക്കെ ഇവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നോ ഇന്നലെ ആരംഭിച്ചിട്ടുള്ളതല്ല. കഴിഞ്ഞ എത്രയോ വർഷമായി ഭാരതീയ ജനതാ പാർട്ടി ഇത് ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ്. കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്ന കൊള്ളസംഘങ്ങളാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. BJP എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കേരളത്തിലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഭരണമില്ലാത്തതിൻ്റെ കൊതിക്കറിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ആക്ഷേപിച്ചിരുന്ന ആളുകളെല്ലാവരും ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്ന് BJP കാലങ്ങളായി ആവശ്യപ്പെട്ടപ്പോൾ അത് BJPയുടെ മാത്രം ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ചവർ അവരെല്ലാവരും ഇന്ന് ഒരേപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ 1-ാം നമ്പർ ശത്രു കേരളത്തിലെ ദേവസ്വം ബോർഡുകളാണ്. അവരാണ് ഈ ക്ഷേത്രങ്ങളെ ഇല്ലാതാക്കുന്നത് എന്ന് എല്ലാവരും സമ്മതിക്കുന്നു. അതാണല്ലോ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത്. ദേവസ്വം ബോർഡുകളാണല്ലോ ഹൈക്കോടതി ചോദിച്ചത്. ദേവസ്വം ബോർഡുകൾ ക്ഷേത്രങ്ങൾ പരിപാലിക്കാനുള്ളതാണോ ക്ഷേത്രം കൊള്ളയടിക്കാനുള്ളതാണോ? ദേവസ്വം ബോർഡ് മെമ്പർമാർ ഭഗവാന്റെ സ്വത്ത് സംരക്ഷിക്കാനുള്ളവരാണോ അതോ ഭഗവാന്റെ സ്വത്ത് കൊള്ളയടിക്കാനുള്ളവരാണോ ദേവസ്വം ബോർഡ് മെമ്പർമാർ? ആ ചോദ്യമാണല്ലോ ഹൈക്കോടതി ചോദിച്ചത്. ഇതേ ചോദ്യമാണ് കാലങ്ങളായി കേരളത്തിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ, ഭക്തരായിട്ടുള്ള ആളുകൾ, ഭാരതീയ ജനതാ പാർട്ടി ഉൾപ്പെടെയുള്ള സംഘടനകൾ എല്ലാവരും ആവർത്തി ചോദിക്കുന്ന കാര്യം ഇതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ കേവലം കുറെ ഉദ്യോഗസ്ഥന്മാരെ മാത്രം പ്രതി ചേർത്തത് കൊണ്ട് ഈ കേസിന്റെ വിശദാംശങ്ങളൊന്നും വെളിപ്പെടുകയില്ല. ഈ കേസ് അന്വേഷണം പോകേണ്ടത് കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളിലേക്കാണ്. അവരെ അറിവോടുകൂടിയാണ് ഇതെല്ലാം നടക്കുന്നത്. അത് ശബരിമലയിലായാലും ഗുരുവായൂർ ക്ഷേത്രത്തിലായാലും ഏത് ദേവസ്വം ബോർഡിലായാലും, തിരുക്കൊച്ചി ദേവസ്വം ബോർഡാവട്ടെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡാവട്ടെ, മലബാർ ദേവസ്വം ബോർഡാവട്ടെ, ഈ ദേവസ്വം ബോർഡുകളിലെല്ലാം CPM നോമിനികളായിട്ടുള്ള ആളുകളെ മുൻനിർത്തിക്കൊണ്ട് നടക്കുന്ന ഈ കൊള്ള മുതൽ അതെല്ലാം വന്നു ചേരുന്നത് സർക്കാരിലേക്കാണ്, CPM എന്ന പാർട്ടിയിലേക്കാണ്. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി സൂചിപ്പിക്കുന്നത് ഇത് കേവലം കേരളത്തിലെ ഏതെങ്കിലും അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ സത്യം പുറത്തു വരില്ല. ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്. ആ ടീമിനെ നിശ്ചയിച്ചത് ഹൈക്കോടതിയാണ്. ഞങ്ങളതിൽ തർക്കം കാണുന്നില്ല. പക്ഷേ ടീമിലെ ആളുകൾ ആരാണ്? ആ ടീമിലെ ആളുകളെല്ലാം കാലാകാലമായി CPMന് വേണ്ടപ്പെട്ടവരാണ്. CPM തയ്യാറാക്കി കൊടുക്കുന്ന, മുഖ്യമന്ത്രിയുടെ ഓഫീസ് തയ്യാറാക്കി കൊടുക്കുന്ന തിരക്കഥക്കപ്പുറത്തേക്ക് ഈ SITക്ക് നീങ്ങാൻ സാധിക്കുമോ? ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ SITക്ക് എന്തെങ്കിലും കൂടുതൽ നടപടി സ്വീകരിക്കാൻ വേണ്ടി സാധിക്കുമോ? അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ഇതിനെ സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാകേണ്ടത് ഒരു കേന്ദ്ര ഏജൻസിയാണ്. കാരണം കേരളത്തിലെ എല്ലാ ക്ഷേത്രക്കൊള്ളയുടെയും, അത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയായാലും ശരി, ഗുരുവായൂർ അമ്പലത്തിലെ മുതൽ കൊള്ളയടിക്കുന്ന കാര്യത്തിലായാലും ശരി, കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും നടക്കുന്ന ഈ കൊള്ളയുടെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. ആ മാസ്റ്റർ ബ്രെയിൻ അവിടെയാണുള്ളത്. ആ ബ്രെയിനെയാണ് പിടികൂടേണ്ടത്. അത് പിടികൂടാൻ ഈ SITക്ക് സാധിക്കുമോ? അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിക്കാൻ ഈ SITക്ക് സാധിക്കുമോ? അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി
ഇതിനെ സംബന്ധിച്ച് ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഉണ്ടാകണം, CBI അന്വേഷണം ഉണ്ടാകണം എന്ന് ആവശ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. സത്യം പുറത്തു വരണം. ഭഗവാന്റെ സ്വത്ത് കൊള്ളയടിക്കുന്നവർ ആരാണ് എന്നറിയണം. അതറിയാനുള്ള അവകാശം ഭക്തന്മാർക്കുണ്ട്. ആ അവകാശമാണ് ഹൈക്കോടതി നിരീക്ഷണത്തിലൂടെ ആവർത്തിച്ചുറപ്പിച്ചിട്ടുള്ളത്. ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അത് ശബരിമല ക്ഷേത്രത്തിന് മാത്രം ബാധകമാകുന്നതല്ല. ഹൈക്കോടതി നിരീക്ഷണം കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങൾക്കും ഒരുപോലെ ബാധകമാണ്. അത് ഗുരുവായൂർ ക്ഷേത്രത്തിനും ബാധകമാണ്. ഇപ്പം ഗുരുവായൂർ അമ്പലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും പുറത്തു വരികയാണല്ലോ. ഇവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ക്ഷേത്രത്തിലെ സമ്പത്തിനെ സംബന്ധിച്ച് ഓഡിറ്റിങ്ങിൽ ക്രമക്കേടുണ്ട്. ഇവിടെ വരുന്ന കാണിക്കപ്പണത്തെ സംബന്ധിച്ച്, ഇവിടെ വരുന്ന സ്വർണത്തെ സംബന്ധിച്ച്, ഭക്തന്മാർ സമർപ്പിക്കുന്ന മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം കൃത്യമായ കണക്കെടുപ്പില്ല. പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ല എന്നാണല്ലോ ഓഡിറ്റ് റിപ്പോർട്ട്. ആ ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടല്ലോ. ഹൈക്കോടതി ആ ഓഡിറ്റ് പരിശോധിച്ചിട്ടുണ്ടല്ലോ. ഹൈക്കോടതി ആ ഓഡിറ്റിങ്ങിൽ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചുള്ള ഓഡിറ്റിങ് ഹൈക്കോടതി അംഗീകരിക്കുന്നു എന്നല്ലേ? ആ ഓഡിറ്റിങ്ങിലാണ് കഴിഞ്ഞ 10-15 കൊല്ലക്കാരായി ഗുരുവായൂർ ക്ഷേത്രത്തിലെ കണക്കെടുപ്പിനെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുള്ളത്. ആ കണക്കെടുപ്പ് വ്യക്തമല്ല. പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ല. പല വസ്തുക്കളും കാണുന്നില്ല. പല സ്വർണ്ണാഭരണങ്ങളും കാണുന്നില്ല. ഇതെല്ലാം ഈ ഓഡിറ്റിംഗ് നിരീക്ഷിച്ചിട്ടുള്ളതാണല്ലോ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭരണസമിതിക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ മനസ്സിലാക്കുന്നവരെ കോടതിയിൽ പോവുകയാണ് പോലും. എന്തിനാ പോകുന്നത്? തങ്ങൾക്കെതിരായി വന്ന ഭാഗങ്ങൾ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കൊണ്ടുപോവുകയാണ്. നിങ്ങൾക്കെതിരായി വന്ന ഭാഗങ്ങൾ മാറ്റാനല്ല, നിങ്ങൾ സത്യമാണ് പറയേണ്ടത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ സ്വത്ത് എവിടെ പോയി? ഗുരുവായൂർ ക്ഷേത്രത്തിലെ കാണിക്കപ്പണം എവിടെ പോയി? ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തന്മാർ സമർപ്പിച്ചിട്ടുള്ള വിവിധ കാലഘട്ടങ്ങൾ സമർപ്പിച്ചിട്ടുള്ള സ്വർണം എവിടെ പോയി? ഇതിനെല്ലാം മറുപടി നിങ്ങളെ കൊണ്ട് പറയിക്കേണ്ടി വരും. ഭഗവാന്റെ പണം അപഹരിച്ചാൽ അതിനെല്ലാം സമാധാനം ഭഗവാൻ ഉണ്ടാക്കിക്കോളും എന്നൊക്കെ പഴയ കാലമാണ്. ഭഗവാൻ അത് ഭക്തജനങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാന്റെ സ്വത്ത് മോഷ്ടിച്ചു പോയാൽ അതിന് ജനങ്ങളോട് കണക്ക് വേണം. നിങ്ങളുടെ ഉക്കിന് പിടിച്ച് നിങ്ങളെ കൊണ്ട് കണക്ക് പറയിക്കാൻ ഈ നാട്ടിലെ ഭക്തജനങ്ങൾ തയ്യാറാകും. അങ്ങനെ ആളുകൾ, പാവപ്പെട്ട ആളുകൾ ഇവിടെ വന്ന് കാണിക്കയിടുന്ന പണവും സ്വർണവും ഒക്കെ നിങ്ങളങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ അനുവദിക്കുകയില്ല. ഇതിപ്പോൾ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ചുളുവിലക്ക് പണക്കാരാകാനുള്ള ഏർപ്പാടാണ്. ഒരു ദേവസ്വം ബോർഡ് മെമ്പറായി കഴിയാൻ ലോട്ടറി അടിക്കും പോലെയാണ്. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് മെമ്പർമാരാകാൻ, മന്ത്രിമാരാകാനുള്ളതിനേക്കാൾ തിരക്കാണ്. ചില CPM നേതാക്കന്മാർ പറയുന്നത് ഞങ്ങൾക്ക് മന്ത്രിയൊന്നും ആവണ്ട, MLA ആവണ്ട, MP ആവണ്ട, ഞങ്ങൾക്ക് ദേവസ്വം ബോർഡ് മെമ്പറായാൽ മതി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കാൻ അടിയായിരുന്നു. അവസാനം കോൺഗ്രസ് നിന്ന് രാജിവെച്ച് വന്നിട്ടുള്ള ഒരാളെയാണ് പ്രസിഡന്റാക്കിയത്. അയാൾ കോൺഗ്രസ് വിട്ട് AKG സെൻട്രൽ പോയി CPM-ൽ ചേരുമ്പോൾ ആദ്യത്തെ നിബന്ധന, സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടി മാറി മറ്റ് രാഷ്ട്രീയ പാർട്ടി ചേരുമ്പോൾ ആളുകൾ മത്സരിക്കാൻ സീറ്റുണ്ടോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി പദവി ചോദിക്കും. പ്രശാന്ത് CPM ചേരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യം ഇതൊന്നുമല്ല. അയാൾക്ക് MP ആവണ്ട, MLA ആവണ്ട, മന്ത്രിയുമാവണ്ട, ഒന്നും വേണ്ട. പിണറായി വിജയനോട് പറഞ്ഞത് എന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി തന്നമായി കൊക്കുന്ന മുതലിൻ്റെ പകുതി ഞാൻ നിങ്ങൾക്ക് തരാം, നമുക്ക് കൂട്ടായിട്ട് കക്കാം. അങ്ങനെ ആളുകൾക്ക് എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ അതിനുള്ള ഏർപ്പാടായി ദേവസ്വം ബോർഡ് മാറുകയാണ്. കേരളത്തിലെ ദേവസ്വം ബോർഡ് മെമ്പർമാർ കണ്ണു ചിമ്മി തുറക്കുന്ന വേഗതയിൽ സമ്പന്നരാവുകയാണ്. അത് ഗുരുവായൂർ ദേവസ്വം ബോർഡായാലും ശരി, ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദേവസ്വം ഭരണസമിതി ആയാലും ശബരിമലയായാലും ഏത് ക്ഷേത്രവും കണക്കാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ സമ്പാദ്യം അന്വേഷിക്കണം. ഇവർക്ക് എന്താ വരുമാനം? ദേവസ്വം ബോർഡ് കൊടുക്കുന്ന പണമല്ലേ ഇവരുടെ വരുമാനം. അതിനപ്പുറത്ത് ഇവരെല്ലാവരും സമ്പന്നന്മാരാകുന്നുണ്ടെങ്കിൽ 1 വർഷവും 2 വർഷവും ദേവസ്വം ബോർഡ് മെമ്പർമാരായിട്ടിരുന്ന ആളുകൾ ഏക്കർ കണക്കിന് സ്വത്ത് വാങ്ങി, ഭൂമി വാങ്ങി വലിയ മുതലാളിമാരാകുന്നു, വലിയ വലിയ വീടുകൾ ഉണ്ടാക്കുന്നു. കേരളത്തിലെ കണ്ണായ സ്ഥലങ്ങളിൽ ഭൂമി വാങ്ങി ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഉണ്ടാകുന്നു. ഈ പണമെല്ലാം ദേവസ്വം ബോർഡ് മെമ്പർമാർക്ക് എവിടെ നിന്ന് കിട്ടുകയാണ്? ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ചേർന്നുകൊണ്ട്, CPM നേതാക്കന്മാരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇവർ ഭക്തന്മാർ കൊടുക്കുന്ന പണം കൊള്ളയടിച്ച് വീതം വെക്കുകയാണ്. ഇതാണ് ഗൗരവതരമായ വിഷയം. ഈ വിഷയമാണ് കേരളം പരിശോധിക്കേണ്ടത്. പാവപ്പെട്ട ഭക്തന്മാർ ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് 3-4 മണിക്കൂർ ക്യൂ നിൽക്കണം.
എന്നിട്ട് ഭഗവാനെ തൊഴും. ആ ഭഗവാനെ തൊഴുമ്പോൾ ഇവിടുത്തെ ജീവനക്കാർ പറയുന്ന എല്ലാ ചീത്തയും അവർ കേൾക്കണം. എല്ലാം സഹിച്ചിട്ട് അവർ അധ്വാനത്തിൻ്റെ ഫലമാണ് കാണിക്ക വഞ്ചിയിടുന്നത്. അങ്ങനെ അധ്വാനത്തിൻ്റെ ഫലം രക്തം വിയർപ്പാക്കി അവർക്ക് കിട്ടുന്ന പണത്തിൻ്റെ ഒരു വരുമാനത്തിൻ്റെ ഒരു തുകയാണ് അവർ ഈ കാണിക്ക വഞ്ചിയിടുന്നത്. അതടിച്ചോണ്ട് പോയി അത് മോഷ്ടിക്കാൻ പുറപ്പെട്ടാൽ അത് അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സൂചിപ്പിച്ചത്, ഇതിനെല്ലാം കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവണം. ഇവിടെ അധ്യക്ഷ പറഞ്ഞു, ഗുരുവായൂർ അമ്പലത്തിൽ ആനകൾ മരിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തേ ഇവിടെ വല്ല സാംക്രമിക രോഗം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടോ? എന്തേ നിരന്തരമായ ആനകൾ മരിക്കുന്നു? അതിന് കാരണമെന്താണ്? അതൊരു കൊലപാതകമാണ് എന്നല്ലേ ഇവിടെ സൂചിപ്പിച്ചത്? അങ്ങനെ ബോധപൂർവ്വം അല്ലെങ്കിൽ സ്വാഭാവികമായി മരിക്കുന്നതല്ലല്ലോ. കടുത്ത ശാരീരിക മർദ്ദനത്തിൻ്റെ ഭാഗമായി ആനകൾ മരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ആരാണ് ഇത് അവകാശം തന്നിട്ടുള്ളത്? ഈ ദേവസ്വം ബോർഡ് മെമ്പർമാരും നിങ്ങളുടെ വീട്ടിൽ നിർത്തുന്ന ആനയൊന്നല്ലല്ലോ. ആളുകളുടെ ഗുരുവായൂരപ്പനെ സമർപ്പിക്കുന്ന ആനകളല്ലേ, നടയിരുത്തുന്ന ആനകളല്ലേ. ആനകളെ പരിപാലിക്കാനല്ലേ ദേവസ്വം ബോർഡ് പാപ്പാമാരെ നിശ്ചയിക്കുന്നത്? അത് ആനകളെ അടിച്ചൊടുക്കാനാണോ? എന്നിട്ട് ഈ ആനകൾ മരിക്കുമ്പോൾ തുടർച്ചയായിട്ട് അസ്വാഭാവികമായ രീതിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനകൾ ചെരിയുമ്പോൾ എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് അന്വേഷിക്കാത്തത്? എന്തുകൊണ്ടാണ് സർക്കാർ അതിൽ ഇടപെടാത്തത്? ദേവസ്വം ബോർഡിന് സ്വാഭാവികമായും സംശയം തോന്നണ്ടേ? ആ സംശയം എന്താ ദേവസ്വം ബോർഡിന് ഇല്ലാത്തത്? മാത്രമല്ല, ഈ ചെരിഞ്ഞാനകളുടെ കൊമ്പുകളൊക്കെ ഇവിടെ പോയി, അതിനെക്കുറിച്ചും ഒരു കണക്കില്ല പോലും. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, കഴിഞ്ഞ കുറേ കൊല്ലമായി ഗുരുവായൂർ ദേവസ്വം ബോർഡ് കാണുന്നതെല്ലാം നടക്കുന്നെല്ലാം കൊടിയ അഴിമതിയാണ്, കൈയിട്ടുവാരലാണ്. ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. ഗുരുവായൂർ വരുന്ന എല്ലാവരും മോശക്കാരെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. ഭക്തരായിട്ടുള്ള ആളുകളുണ്ടാകാം, അവർ സത്യം കൊണ്ടുവരണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ആരോ പറയേണ്ട പുതിയ അഡ്മിനിസ്ട്രേറ്റർ വന്നു, അദ്ദേഹം കാര്യങ്ങൾ ശരിയാക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ഗുരുവായൂരപ്പനോട് ഭക്തരുള്ള അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ അദ്ദേഹം കാര്യങ്ങൾ ശരിയാക്കുമെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കും. പക്ഷെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ ഈ ക്ഷേത്ര സ്വത്ത് കൊള്ളയടിച്ചതിനെ കുറിച്ച് സത്യസന്ധമായ റിപ്പോർട്ട് തയ്യാറാണോ? അത് തയ്യാറാക്കണം. പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ഗുരുവായൂർ അമ്പലത്തിൽ വന്നപ്പോൾ ആദ്യം തന്നെ അദ്ദേഹം ശയനപ്രദക്ഷിണം നടത്തിയിട്ടാണ് ചുമതല ഏറ്റെടുത്തത് എന്നുള്ളതാണ്. നല്ല കാര്യമാണ്. പക്ഷേ ശയനപ്രദക്ഷിണം നിങ്ങളുടെ മുൻഗാമികൾ ചെയ്ത പാപങ്ങൾ പൊറുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കരുത്, അവരെല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ എന്നെ സഹായിക്കണമേ എന്ന് ഭഗവാനോട് പറഞ്ഞിട്ടാണ് ശയനപ്രദക്ഷിണം ചെയ്യേണ്ടത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് സത്യസന്ധമായി പഴയകാലത്തെ ആളുകൾ നടത്തിയിട്ടുള്ള ക്രമക്കേടുകൾ, CPM നോമിനികളായിട്ടുള്ള ആളുകൾ ഇവിടെ വന്നുകൊണ്ട് കാണിച്ചിട്ടുള്ള തോന്നിവാസങ്ങൾ, ആ തോന്നിവാസങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണം. അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പുറത്ത് ഭക്തജനങ്ങൾ നിങ്ങളെ കൈവെക്കുന്ന സാഹചര്യം വരും. എല്ലാ കാലത്തും ഭഗവാന്റെ സ്വത്ത് കൊള്ളയടിക്കുന്നവരെ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ ഭക്തജനങ്ങൾ തയ്യാറാകും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെയുള്ള വിചാരമൊന്നും വേണ്ട. നിങ്ങളുടെ കൂടെ സർക്കാരുണ്ട്, സംവിധാനങ്ങളുണ്ട് എന്ന് വിചാരിച്ചിട്ട്, CPM നേതാക്കന്മാർ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാം അങ്ങ് ഭദ്രമാണ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അപ്പം അതാ ഞാൻ സൂചിപ്പിച്ചത്, സത്യസന്ധമായ വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ സ്വത്തുക്കളെ സംബന്ധിച്ച് ഒരു കണക്കെടുപ്പ് നടത്തണം. ആ കണക്കെടുപ്പ് നടത്താൻ ഈ ദേവസ്വം ബോർഡിനെ ഞങ്ങൾക്ക് വിശ്വാസമില്ല. കണക്കെടുക്കാൻ കലവറ തുറന്നാൽ ചക്കക്കുടത്തിൽ കൈയിട്ട പോലെ ഈ നാണം കെട്ട ദേവസ്വം ബോർഡ് അതെല്ലാം നടക്കുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ദേവസ്വം ബോർഡിൽ വിശ്വാസമില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നിപ്പോൾ ശബരിമലയിൽ ചെയ്തതുപോലെ ഒരു സ്വതന്ത്ര സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കഴിഞ്ഞ 30 കൊല്ലക്കാലത്തെ എല്ലാ സമ്പാദ്യങ്ങളെക്കുറിച്ച്, എല്ലാ വരുമാനങ്ങളെക്കുറിച്ച്, ഈ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുള്ള എല്ലാ കാണിക്കയെക്കുറിച്ച് വിശദമായ സ്റ്റോക്ക് എടുപ്പ് നടത്താൻ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അറിയാം സ്വർണ്ണക്കണ്ടി ആരാ കൊണ്ടുപോയത് എന്ന്. പല ദേവസ്വം ബോർഡ് മെമ്പർമാരെയും വീട്ടിൽ അറിയാതൊരു പരിശോധന നടത്തിയാൽ അവരെല്ലാവരും മുഖം കഴുകുന്നത് ഗുരുവായൂരപ്പൻ്റെ സ്വർണ്ണക്കണ്ടി ഉപയോഗിച്ചാണ് എന്ന് പലരും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം അടിച്ചോണ്ട് പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം ബോർഡ് മെമ്പർമാർക്ക് ഭഗവാന്റെ സ്വത്ത് അപഹരിച്ചാൽ വെള്ളം കൂടാതെ ചാവുമല്ലോ നിങ്ങളെല്ലാവരും? നിങ്ങൾ നാട്ടുകാരെ കൊള്ളയടിക്കുന്നുണ്ടല്ലോ. ഈ CPM ഈ മന്ത്രിമാരും ഖജനാവാവശ്യത്തിന് കൊള്ളയടിക്കുന്നുണ്ടല്ലോ. നാം കൊടുക്കുന്ന നികുതിപ്പണം ഈ മുഖ്യമന്ത്രിയും കൂട്ടരും കൊള്ളയടിക്കുന്നുണ്ട്. അത് നിങ്ങൾ കൊള്ളയടിച്ചോ? പക്ഷെ ഭഗവാന്റെ സ്വത്തം തന്നെ കൊള്ളയടിക്കണം.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കാര്യത്തിൽ സത്യസന്ധമായ വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം ഉണ്ടാക്കണം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. ആ ക്ഷേത്രം അങ്ങനെ CPM-ന്റെ കയ്യിൽ സംസ്ഥാന ഭരണമുണ്ട് എന്ന് വിചാരിച്ചിട്ട് CPM-ന് കയറിയിറങ്ങി നിരങ്ങാനും CPM-ന് കൊള്ളയടിക്കാനുമുള്ള ഒരു കേന്ദ്രമായി ഗുരുവായൂർ ക്ഷേത്രത്തെ മാറ്റാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. നിങ്ങൾക്ക് ക്ഷേത്രത്തിനകത്ത് മാത്രമല്ലേ ഞങ്ങളെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കൂ? ദേവസ്വം ബോർഡ് മെമ്പർമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമൊക്കെ ക്ഷേത്രത്തിന് പുറത്തു വരുമല്ലോ. അതുകൊണ്ട് പുറത്തു വരുന്ന നിങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഞങ്ങൾക്ക് നിങ്ങളോട് ആരോടും വിരോധമൊന്നുമില്ല. പക്ഷേ ഭഗവാന്റെ സ്വത്ത് കൈയിട്ടുവാരി നിങ്ങളെ അങ്ങനെ ഞെളിഞ്ഞു നടക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഞങ്ങളുടെ കൂടെ ഈ കേരളത്തിലെ ഭക്തജനങ്ങളുണ്ടാകും. അതിൽ രാഷ്ട്രീയമൊന്നുമില്ല. ഇതിലേതെങ്കിലും രാഷ്ട്രീയമുണ്ടെന്ന് അറിയില്ല. ഈ ശബരിമല വിഷയം വന്ന ശേഷം ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് CPM-കാരായിട്ടുള്ള ആളുകളാണ്. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത് CPM-കാരാണ്. കേരളത്തിലെ ഓരോ ക്ഷേത്ര കമ്മിറ്റിയുടെയും പ്രസിഡന്റുമാരായിട്ടുള്ള CPM ആളുകളെ കുറിച്ച് പരാതികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എക്സിക്യൂട്ടീവ് ഓഫീസർമാരെ കുറിച്ച് പരാതികൾ വരികയാണ്. ചില എക്സിക്യൂട്ടീവ് ഓഫീസർമാർ ക്ഷേത്രത്തിലെ സ്വർണ്ണമെല്ലാം എടുത്ത് വീട്ടുകൊണ്ടുപോവുകയാണ്. കല്യാണത്തിന് സ്ത്രീധനം കിട്ടിയതുപോലെയാണ് ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടിയ സ്വർണ്ണം പോലെ എടുത്ത് വീട്ടുകൊണ്ടുപോവുകയാണ്. 2-3 കൊല്ലമായി എക്സിക്യൂട്ടീവ് ഓഫീസർ ക്ഷേത്രത്തിലെ സ്വർണ്ണം എടുത്ത് വീട്ടുകൊണ്ടുപോയിട്ട് ചോദിക്കാനും പറയാനും ആളില്ല. വെള്ളരിക്കപ്പെടമാണ്. പുതിയ എക്സിക്യൂട്ടീവ് ഓഫീസർ ചാർജ് എടുക്കാൻ വന്നപ്പോൾ അയാൾ കണ്ടെത്തി. എന്നിട്ട് പഴയ എക്സിക്യൂട്ടീവ് ഓഫീസറോട് പറയുകയാണ്, ഈ സ്വർണം തിരിച്ചു കൊണ്ടുവരണം. അയാൾ കൊണ്ടാക്കുന്നില്ല. പ്രസിഡന്റോട്, ദേവസ്വം ബോർഡ് പ്രസിഡന്റോട് പറയുകയാണ്, ഇതാ ഈ ക്ഷേത്രത്തിലെ സ്വത്ത് കാണാനില്ല, പഴയ എക്സിക്യൂട്ടീവ് ഓഫീസർ അടിച്ചുകൊണ്ടുപോയതാണ്, അത് കൊണ്ടുവരണം. ആര് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല? ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ ദേവസ്വം ബോർഡിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്ക്, ക്ഷേത്രങ്ങളുടെ എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്ക്, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക്, അഡ്മിനിസ്ട്രേറ്റീവ്മാർക്ക് ഇതിനുള്ള ധൈര്യം എവിടെ നിന്ന് വരുന്നു? അതാ ഞങ്ങളുടെ ചോദ്യം. സ്വർണം കൊള്ളയടിച്ചു എന്ന് ബോധ്യമായിട്ടും തിരിച്ചു കൊണ്ടുവെക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു വെക്കാൻ സൗകര്യമില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ ആളുകൾക്ക് എവിടെ നിന്നാണ് ധൈര്യം വരുന്നത്? ആ ധൈര്യം വരുന്ന കേന്ദ്രമാണല്ലോ ഏറ്റവും പ്രധാനം. അപ്പൊ ഇത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം കൊള്ളയടിക്കുന്നില്ല. ഇത് കൊള്ളയടിക്കാനുള്ള ലൈസൻസ് കൊടുത്തിരിക്കുകയാണ്. സ്വർണം കൊള്ളയടിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ തന്നെ കേരളം ഭരിക്കുന്ന ഗവൺമെന്റിന് സ്വർണത്തോട് വലിയ പ്രേമവും വലിയ ഭ്രമവും ഒക്കെ ഉണ്ട്. സ്വർണം എവിടെ കണ്ടാലും അപ്പോൾ അത് അടിച്ചു മാറ്റുന്ന ആളുകളാണ് CPM നേതാക്കന്മാർ, ഈ കേരളം ഭരിക്കുന്ന ഗവൺമെന്റ്. അതുകൊണ്ട് പല CPM നേതാക്കന്മാരുടെ ഭാര്യമാർ ഇപ്പോൾ സ്വർണ്ണം ഇട്ട് നടക്കാറില്ല. എപ്പോഴാണോ സ്വർണം കാണുന്നത് അപ്പം അടിച്ചു മാറ്റും ഈ CPM-കാർ. അപ്പം അതുകൊണ്ട് നിങ്ങൾ നാട്ടുകാരുടെ സ്വർണം അടിച്ചു മാറ്റിക്കോ, പക്ഷേ ദേവസ്വത്തിൻ്റെ ഭക്തജനങ്ങളുടെ ആ സ്വർണവും പണവും അടിച്ചു മാറ്റുമ്പോൾ അത് വെറുതെ വിടുമെന്ന് വിചാരിക്കരുത്. നിങ്ങളെ കൊണ്ട് ഈ കേരളം കണക്ക് പറയിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്, ഗുരുവായൂർ ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചനയുണ്ട്. ശബരിമല ക്ഷേത്രത്തെ തകർക്കാൻ നടത്തിയ ഗൂഢാലോചന പോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തെയും തകർക്കാൻ, ഈ ക്ഷേത്രത്തെയും കൊള്ളയടിക്കാൻ, ഈ ക്ഷേത്രത്തിൻ്റെയും സ്വത്തുവകളിലാക്കാൻ, ഇവിടുത്തെ ഭക്തജനങ്ങളുടെ വികാരങ്ങൾ മാനിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം മുമ്പോട്ട് കൊണ്ടുപോകാൻ ആവശ്യമുണ്ട്, ഏർപ്പാടുണ്ട്. അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് കേവലം ഗുരുവായൂർ ക്ഷേത്രത്തിനെ കുറിച്ച് മാത്രമുള്ളതല്ല. കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലും സമാനമായിട്ടുള്ള വലിയ അഴിമതികൾ നടക്കുകയാണ്. ഈ അഴിമതികളെല്ലാം പുറത്തു വരണം. കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ കീഴിൽ നടക്കുന്ന അഴിമതി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാവുന്നതിനപ്പുറത്തേക്ക് വലിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ്. കാരണം ഇത് നിജപ്പെടുത്താൻ സാധിക്കില്ല. സ്വർണം കൊടുത്ത ഭക്തരും തിട്ടപ്പെടുത്തിയിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ ആളുകൾക്കുമല്ലേ അറിയുള്ളൂ. ഇപ്പൊ ശബരിമലയിലെ കഴിഞ്ഞ ദിവസം കോടതി തന്നെ ചോദിച്ചൊരു കാര്യമുണ്ട്. ശബരിമലയിലേക്ക് കൊടുക്കുന്ന കാണിക്ക ആരളന്ന് തിട്ടപ്പെടുത്തും? ആർക്കറിയാം? ഭണ്ണാരത്തിൽ ഭക്തരിടുമ്പോൾ ഞാൻ ഇന്ത കൊടുത്തു എന്ന് പറയില്ലല്ലോ. അവിടെ കേരളത്തിന് പുറത്തുള്ള എല്ലാ വ്യവസായികളും അവിടെ വരുമാനത്തിന് നിശ്ചിതമായ തുക ശബരിമലക്ക് കൊടുക്കുകയാണ്. ആ തുക കൊടുക്കുമ്പോൾ അത് എത്രയാണ് കൊടുക്കുന്നവരവർ പറയില്ലല്ലോ. അതുകൊണ്ട് നമുക്കെല്ലാവരും സങ്കല്പിക്കുന്നതിനേക്കാളും അപ്പുറത്തുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഈ ക്ഷേത്രങ്ങളിൽ എല്ലാം നടക്കുന്നത്. ഭക്തന്മാരെ പിഴിഞ്ഞെടുക്കുകയാണ്. ഞാനൊരു കാര്യം കൂടി ഗുരുവായൂരിൽ മനസ്സിലാക്കി.
ഇവിടെ ദേവസ്വം ബോർഡിലേക്ക് ജീവനക്കാരെ നിയമിക്കുന്നുണ്ട്. ആ ജീവനക്കാരെ നിയമിക്കുന്ന CPMന്റെ ഓഫീസിൽ എഴുതി കൊടുക്കുന്ന ഈ വാറോലയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ താൽക്കാലിക ജീവനക്കാരെ നിശ്ചയിക്കുന്നത്. അത് ഈ അമ്പലത്തിൽ പോയുമ്പോൾ ജീവനക്കാരെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന സഖാവാണ് എന്ന്. കാരണം ഒരു അമ്പലത്തിൽ പോകുന്ന ഭക്തരോട് മര്യാദക്കൊന്ന് പെരുമാറാൻ പോലും അവർക്ക് സാധിക്കില്ല. മസിൽ പിടിച്ച് നിൽക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ അറിയാം ഭഗവാനേക്കാൾ വലിയ ഭഗവാനാണിത്. എന്നിട്ട് ഒരു റിക്രൂട്ട്മെന്റ് ബോർഡ് ഉണ്ടാക്കുക. ആ റിക്രൂട്ട്മെന്റ് ബോർഡ് അപേക്ഷകന്മാരിൽ നിന്ന് 500 രൂപ വെച്ച് മേടിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, അതെങ്ങനെ 500 രൂപ? കൊച്ചിൻ ദേവസ്വം ബോർഡിലെ വിവിധ തസ്തികകളിലേക്ക് ആളുകളെ നിശ്ചയിക്കാൻ, ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവിധ തസ്തികകളിലേക്ക് ആളുകൾ നിശ്ചയിക്കാൻ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ആളുകളോട് എന്തിനാണ് നിങ്ങൾ 500 രൂപ പിരിച്ചെടുക്കുന്നത്? 10 ലക്ഷം ആളുകളിൽ നിന്നാണ് 500 രൂപ പിരിച്ചെടുക്കുന്നത്. ആ 10 ലക്ഷം × 500 നിങ്ങളൊന്ന് ഗുണിച്ചു നോക്ക്. എത്ര ലക്ഷം രൂപയാണ്, എത്ര കോടി രൂപയാണ് ഇവിടെ കൈവശമുള്ളത്? നിങ്ങൾ എത്ര പേരെ നിയമിക്കും? ബാക്കി പണം നിങ്ങൾ തിരിച്ചു കൊടുക്കുമോ? ഈ പണത്തിന് വല്ല കണക്കുണ്ടോ? എന്നിട്ട് ഈ ദേവസ്വം ബോർഡ് ചെയ്യുന്നതെന്നാണെന്നറിയാം. നിങ്ങൾ ദേവസ്വം ബോർഡ് ഇപ്പോൾ കോടതിയിൽ പോകുന്നത് 10 ലക്ഷം ആളുകളോട് 500 രൂപ വെച്ച് നിങ്ങൾ പിരിച്ചെടുക്കുക. അവരെ നിങ്ങൾ നിയമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം പിരിക്കുക. എന്നിട്ട് മറുഭാഗത്തു കൂടി ദേവസ്വം ബോർഡ് കോടതിയിൽ പോവുകയാണ്, ഞങ്ങൾ കുറേ CPMകാരെ താൽക്കാലികമായി വെച്ചിട്ടുണ്ട്, അവരെല്ലാം നിജപ്പെടുത്തണം. ഈ ദേവസ്വം ബോർഡ് മെമ്പർമാരെ റോട്ടിലിറങ്ങി ചാട്ടപാറ കൊണ്ട് ചന്തിക്കടിക്കുകയാണ് വേണ്ടത്. ഇമാതിരി നാണം കെട്ട ഉളുപ്പില്ലാത്ത ദേവസ്വം ബോർഡ് മെമ്പർമാർ. ഇങ്ങനെയാണ് ദേവസ്വം ബോർഡ് മെമ്പർമാരെന്തിനാ? ഭഗവാന്റെ പണമല്ലേ ഇത്? ഭഗവാനോട് പ്രതിപത്തിയല്ലേ? അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ സൂചിപ്പിച്ചത്, ഗുരുവായൂർ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പോലും കടത്തിവിട്ടുകയാണ്. ഈ ദേവസ്വത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയെല്ലാം കൊള്ളയടിക്കാം, അതിൻ്റെ വലിയ പരിശോധനയാണ്, വലിയ ഒരു ഗവേഷണം നടത്തുകയാണ്. അതുകൊണ്ട് ഇത് അനുവദിക്കാൻ വേണ്ടി സാധിക്കില്ല, അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഇത് ഒരു ദിവസത്തെ പ്രക്ഷോഭമല്ല. ഈ സ്വത്തുവകകൾ കൊള്ളയടിച്ച കൊള്ളക്കാരായിട്ടുള്ള ആളുകളെ കയ്യാമം വെച്ച് കൽത്തുറുങ്കിലടക്കും വരെ, ഈ സകല കൊള്ളയുടെയും മാസ്റ്റർ പ്ലാൻ ആയിട്ടുള്ള വലിയ വലിയ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരെ അടക്കം കൽത്തുറുങ്കിലടക്കുന്നവരെയുള്ള നിരന്തരമായ പ്രക്ഷോഭത്തിനാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ആ സമരത്തിന്റെ ഭാഗമായി നാളെയും മറ്റന്നാളും തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകന്മാർ പങ്കെടുക്കുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധം നാളെ രാത്രിയും മറ്റന്നാൾ പകലുമായി, ഒരു രാത്രിയും ഒരു പകലും 10,000കണക്കിന് ആളുകൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ട് ഈ സമരത്തിന് ഒരു പുതിയ രൂപവും ഭാവവും നൽകുകയാണ്. അതങ്ങനെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ജനങ്ങളെ കൊള്ളയടിക്കും പോലെ ഭക്തന്മാരുടെ സമ്പാദ്യം കൊള്ളയടിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രക്ഷോഭത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ പറയുന്നത്, ഈ ക്ഷേത്രം നവീകരിക്കാൻ, ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പനോട് വിശ്വാസവും ഭക്തിയുമുള്ള ആരെങ്കിലും തിരിഞ്ഞിറങ്ങിയാൽ, നിങ്ങൾ നടത്തുന്നത് സത്യസന്ധമായ പരിശ്രമമാണ് എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതല്ല, മുൻഗാമികളെ പോലെ ഈ ക്ഷേത്രം കൊള്ളയടിക്കാനാണ് നിങ്ങളെല്ലാവരും പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ നടുറോട്ടിൽ പിടിച്ചു നിർത്തി നിങ്ങളെ പരസ്യ വിചാരണ ചെയ്യാൻ ഭാരതീയ ജനതാ പാർട്ടി മടിക്കില്ല എന്നുകൂടി അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം.